വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിൽ +1 ജിയോളജിയിലെ രണ്ടാമത്തെ അധ്യായം ഭൂമിയുടെ ഉത്ഭവവും ആന്തരിക ഘടനയും, ഒറിജിൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദി എർത്ത്. ഈ ഭാഗത്ത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂര്യനെയും സൗരയൂഥത്തെയും കുറിച്ചാണ്. ആ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു വീഡിയോയും ചാനലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് ലെങ്തി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിരുന്നു. തുടക്കത്തിലേ പറഞ്ഞു ജിയോളജിയിലെ ചാപ്റ്റേഴ്സ് ആണെന്നല്ലേ. എന്താ ജിയോളജി എന്ന് പറയുന്നത്? ഭൂമിയുടെ നിർമ്മിതി, ആന്തരിക ഘടന, ഭൂമിയുടെ പഴയകാല ചരിത്രം, ഭൂമി നിരന്തരമായിട്ട് പരിണാമത്തിന് വിധേയമാകുന്നുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് പഠനം നടത്തുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഭൂവിജ്ഞാനീയം. നമ്മുടെ ഭൂമി സൗരയൂഥത്തിലെ ഒരു അംഗമാണ്. എന്നാൽ ഈ സൗരയൂഥം ക്ഷീരപഥം എന്ന അതിബൃഹത്തായ ഒരു നക്ഷത്ര സമൂഹത്തിൻ്റെ ഭാഗമാണ്. സൂര്യനും സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളും കുള്ളൻ ഗ്രഹങ്ങളും മറ്റ് പ്രപഞ്ച വസ്തുക്കളും എല്ലാം ഉൾപ്പെടുന്ന അതിബൃഹത്തായിട്ടുള്ള ഒരു ഗാലക്സിയാണ് ക്ഷീരപഥം. പ്രപഞ്ചത്തിൽ ധാരാളം നക്ഷത്ര സഞ്ചയങ്ങളും ഗാലക്സികളും ഉൾപ്പെടുന്നുണ്ട്. എന്താ ഗാലക്സി എന്ന് പറഞ്ഞാൽ? നക്ഷത്രങ്ങൾ അഥവാ നെബുല എന്ന വാതക ഗോളം ചേർന്ന് രൂപപ്പെടുന്ന അതിബൃഹത്തായ ഒരു സംഘാതം, അതിനെയാണ് ഗാലക്സി എന്ന് പറയുന്നത്. എന്താ ഈ സംഘാതം എന്ന് പറഞ്ഞാൽ? ക്രമരഹിതമായിട്ട് കിടക്കുന്നതല്ലേ. അതിന് പ്രത്യേകിച്ച് ആകൃതിയോ അങ്ങനെയൊന്നും കാണത്തില്ല. ഇനി ഈ ഗാലക്സികളെല്ലാം സമാനമായ പ്രപഞ്ച തുരുത്തുകളിൽ നിന്ന് ഒന്നിനോടൊന്ന് വളരെ ദൂരത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യനും അതിൻ്റെ കുടുംബാംഗങ്ങളായ ഗ്രഹങ്ങളും ക്ഷീരപഥം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നക്ഷത്ര കൂട്ടത്തിൻ്റെ ഭാഗമാണ്. ഇനി ഇതിൻ്റെ വ്യാസം എന്ന് പറയുന്നത് 1,00,000 മുതൽ 1.5 ലക്ഷം വരെ പ്രകാശ വർഷമാണ്. ജ്യോതിശാസ്ത്ര രംഗത്ത് ദൂരത്തിൻ്റെ ഏകകം എന്ന രീതിയിൽ ഉപയോഗിച്ചു വരുന്ന പദമാണ് പ്രകാശവർഷം. അതായത് ഒരു വർഷം കൊണ്ട് ശൂന്യതയിലൂടെ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. പ്രകാശം ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 3 ലക്ഷം കിലോമീറ്ററാണ്. അതുകൊണ്ട് ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം ഏതാണ്ട് 95 ട്രില്യൺ കിലോമീറ്ററാണ്. അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റത്തെ കുറിച്ചാണ്. ഒരു നക്ഷത്രവും അതിനെ വലം വയ്ക്കുന്ന പ്രപഞ്ച വസ്തുക്കളും അല്ലെങ്കിൽ ആകാശഗോളങ്ങളും ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു വ്യൂഹമാണ് സൗരയൂഥം. നമ്മുടെ സൗരയൂഥത്തിലെ സൂര്യന് ഒരു നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന സമസ്ത പ്രപഞ്ച വസ്തുക്കളും ഏതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നുണ്ട്. സൗരയൂഥത്തിലെ 8 ഗ്രഹങ്ങളും നമ്മുടെ ചന്ദ്രനെ പോലെ, ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹമല്ലേ, അതേപോലെ 170ഓളം ഉപഗ്രഹങ്ങളും നിരവധി കുള്ളൻ ഗ്രഹങ്ങളും എണ്ണമറ്റ ചിഹ്നഗ്രഹങ്ങളും, ചിഹ്നഗ്രഹം എന്ന് പറയുന്നത് പലതിനും അവയുടെ ഉപഗ്രഹങ്ങളുണ്ട് കേട്ടോ, അതും കൂടെ ഉൾപ്പെടും. പിന്നെ ധൂമകേതുക്കൾ, അതായത് പൊടിപടലങ്ങൾ, ഹിമഖണ്ഡങ്ങൾ, സാന്ദ്ര കുറഞ്ഞതും ഗ്രഹങ്ങളുടെ സഞ്ചാരപഥങ്ങൾക്കിടയിൽ വർത്തിക്കുന്നതുമായ വാതകങ്ങളും പൊടിപടലങ്ങളും എല്ലാം ഏതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? സൗരയൂഥത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നമ്മുടെ ക്ഷീരപഥത്തിലെ ഒരംഗമാണ് സൗരയൂഥം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ നക്ഷത്രങ്ങൾ വട്ടത്തിലാണ് കറങ്ങുന്നത്, അതായത് ചക്രത്തിൻ്റെ ആകൃതിയിൽ. അതിൽ ഓറിയൺ ഹസ്തം എന്നറിയപ്പെടുന്ന ചക്രകാരഹസ്തത്തിൻ്റെ അരികിലായിട്ടാണ് പ്രപഞ്ചത്തിൽ നമ്മുടെ സൗരയൂഥത്തിൻ്റെ സ്ഥാനം വരുന്നത്. അപ്പോൾ സൗരയൂഥത്തിൻ്റെ സ്ഥാനം ഏതിനടുത്താണ്? ഓറിയൺ ആമിൻ്റെ അടുത്താണ്. ക്ഷീരപഥത്തിൽ നിന്ന് ഏകദേശം 28,000 പ്രകാശവർഷം ദൂരത്തിലാണ് നമ്മുടെ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത്. സൗരയൂഥത്തിന് ക്ഷീരപഥത്തിൻ്റെ കേന്ദ്രത്തെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യുവാൻ 220 മുതൽ 250 ദശലക്ഷം വർഷങ്ങൾ വേണം. നമ്മുടെ സൗരയൂഥം പോലുള്ള ദശലക്ഷക്കണക്കിന് സൗരയൂഥങ്ങൾ ക്ഷീരപഥ ഗാലക്സിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉൾപ്പെടുന്നുണ്ട്. അതിലൊരെണ്ണം മാത്രമാണ് നമ്മുടെ സൗരയൂഥം. അതുപോലെ പ്രപഞ്ചമൊട്ടാകെ എണ്ണമറ്റ ഗാലക്സികളും നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയുന്നത് നമ്മുടെ സൗരയൂഥം സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, കുള്ളൻ ഗ്രഹങ്ങളൊക്കെയാണല്ലേ. എന്നാൽ ഇതുപോലെ ഒരുപാട് ഗാലക്സികളുണ്ടെന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ്
മിൽക്കി വേയിലാണ് സൗരയൂഥം ഉൾപ്പെടുന്നത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണ്. സൗരയൂഥത്തിൻ്റെ മൊത്തം പിണ്ഡത്തിൻ്റെ ഏറിയ ഭാഗവും സൂര്യനിൽ കേന്ദ്രീകരിച്ചാണ് കാണപ്പെടുന്നത്. ഗ്രഹങ്ങളെയും സൗരയൂഥത്തിലെ മറ്റ് അംഗങ്ങളെയും സൂര്യൻ അതിശക്തമായ ഭൂഗുരുത്വാകർഷണത്തിന് വിധേയമാക്കുന്നു. 4.6 ശതകോടി അതായത് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സൗരയൂഥം രൂപപ്പെട്ടത്. ബുധൻ, ശുക്രൻ എന്നീ 2 ഗ്രഹങ്ങൾ ഭൂമിയുടേതിനേക്കാൾ അടുത്ത ഭ്രമണപഥത്തിലാണ് സൂര്യനെ വലം ചെയ്യുന്നത്. സൂര്യനോട് അടുത്ത് കാണപ്പെടുന്ന ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളെ ഭൗമഗ്രഹങ്ങൾ അഥവാ ടെറസ്ട്രിയൽ പ്ലാനറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രഹങ്ങളുടെയെല്ലാം ഉപരിതലം ഖരാവസ്ഥയിലുള്ള ശിലകളാൽ നിർമ്മിതമാണ്. സൂര്യനിൽ നിന്ന് താരതമ്യേന അകലെയായിട്ട് ഭ്രമണം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ഈ ചൊവ്വ ഗ്രഹത്തിൻ്റെ സഞ്ചാരപഥത്തിനും അപ്പുറത്താണ് ബാഹ്യഗ്രഹം എന്നറിയപ്പെടുന്ന വ്യാഴം, അതുപോലെ ശനി ഗ്രഹങ്ങൾ ഉൾപ്പെടുന്നത്. ഈ ഗ്രഹങ്ങളെ വാതക ഭീമന്മാർ എന്നാണ് വിളിക്കുന്നത്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ ഭ്രമണപഥങ്ങളുള്ള യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ ഗ്രഹങ്ങളെ ഐസ് ഭീമന്മാരെന്നും വിളിക്കുന്നു. ഓർമ്മിച്ചു വെക്കുക, ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഭൗമഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശുക്രൻ, ബുധൻ, ഭൂമി, ചൊവ്വ. ഇനി അത് കഴിഞ്ഞിട്ട് വാതക ഭീമന്മാരാരൊക്കെയാണ്? വ്യാഴവും ശനിയും. പിന്നെ ഐസ് ഭീമന്മാരാരാണ്? യുറാനസ്, നെപ്റ്റ്യൂൺ തുടങ്ങിയ ഗ്രഹങ്ങൾ. നിക്കോളാസ് കോപ്പർനിക്കസിൻ്റെ കാലം വരെ നമ്മൾ വിശ്വസിച്ചിരുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയാണെന്നാണ്. എന്നാൽ കോപ്പർനിക്കസ് ആണ് 1543 ഒരു സൗരയൂഥത്തിൻ്റെ മോഡൽ പബ്ലിഷ് ചെയ്തത്. അതിൽ അദ്ദേഹം പറയുന്നത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നാണ്. അപ്പോൾ ഈ ഒരു ആശയം കുറച്ച് ശക്തിപ്പെടാൻ കാരണം ഗലീലിയോ ഗലീലി ദൂരദർശിനി കണ്ടുപിടിച്ചത്. അപ്പോൾ അതിലോട് കൂടിയിട്ട് എന്ത് ചെയ്ത് ഈ ഒരു ആശയം കുറച്ചും കൂടി ഒന്ന് ക്ലിയറായി. അതായത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം ഭൂമിയല്ല, മറിച്ച് സൂര്യനാണെന്ന് തെളിഞ്ഞു. ഇനി ഇവിടെ ഓർമ്മിച്ചു വെക്കേണ്ടത്, സൂര്യൻ എന്ന കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയാണ് മെർക്കുറി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. അവയുടെ സഞ്ചാരപാത മെർക്കുറിയെ മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ദീർഘവൃത്താകൃതിയിലാണ് സൂര്യനെ ഭ്രമണം ചെയ്യുന്നത്. മെർക്കുറി മാത്രം എന്താണ്? വൃത്താകൃതിയിലാണ് സൂര്യനെ വലം വയ്ക്കുന്നത്. മെർക്കുറിയാണ് സൂര്യന് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് അഥവാ ഗ്രഹം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ഉത്തരധ്രുവത്തിൻ്റെ ദിശയിൽ നിന്ന് നോക്കുമ്പോൾ ഗ്രഹങ്ങളുടെ സഞ്ചാര ദിശ എതിർ ഘടികാര ദിശയിലായിരിക്കും. ബുധൻ, ശുക്രൻ, യുറാനസ് എന്നിവ ഒഴികെയുള്ള മറ്റ് ഗ്രഹങ്ങളൊക്കെ ഭ്രമണം ചെയ്യുന്നതും എതിർ ഘടികാര ദിശയിലാണ്. സൂര്യന് ചുറ്റും ഘടികാര ദിശയിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ബുധൻ, ശുക്രൻ, യുറാനസ്. അടുത്തതായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് ക്യൂപ്പർ ബെൽറ്റിനെ കുറിച്ചാണ്. ഈ ക്യൂപ്പർ ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിനും പുറമേ ആയിട്ടുള്ള ഭാഗത്താണ്. ഇവിടെ ഖരമഞ്ഞ് നിറഞ്ഞ മേഖലയാണ്. ഈ ഭാഗത്താണ് കൂടുതൽ കുള്ളൻ ഗ്രഹങ്ങളും കാണപ്പെടുന്നത്. നിരവധി ധൂമകേതുക്കളുടെ ഉത്ഭവസ്ഥാനം കൂടിയാണ് ക്യൂപ്പർ ബെൽറ്റ്. ഇനി സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും 2 ഉപഗ്രഹങ്ങൾക്കും കുള്ളൻ ഗ്രഹങ്ങൾക്കും അവയുടേതായിട്ടുള്ള വായുമണ്ഡലങ്ങൾ ഉണ്ട്. ഇവിടെ ഓർത്തു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്, ക്യൂപ്പർ ബെൽറ്റിലാണ് കുള്ളൻ ഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. അടുത്തതായി ഈ ഭാഗത്ത് ഓർമ്മിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ്, ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം 149.60 ദശലക്ഷം മില്യൺ കിലോമീറ്റർ ആണ്. ഈ ദൂരത്തെ നമ്മൾ വിളിക്കുന്നത് AU അഥവാ ജ്യോതിശാസ്ത്ര ഏകകം അഥവാ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന രീതിയിലാണ്. സൗരയൂഥത്തിൻ്റെ അകലം അളക്കുന്നതിന് ആണ് AU ഉപയോഗിക്കുന്നത്. AU എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള ശരാശരി അകലമാണ്. അത് 150 ദശലക്ഷം കിലോമീറ്റർ ആണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ വോയേജർ 1, വോയേജർ 2 എന്നിവയാണ് സൗരയൂഥത്തിൻ്റെ പുറം ഭാഗത്തെക്കുറിച്ചുള്ള പര്യവേക്ഷണത്തിനായിട്ട് ആദ്യമായി അയച്ച ബഹിരാകാശ വാഹനങ്ങൾ. അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് സൂര്യനെക്കുറിച്ചാണ്. സൂര്യൻ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണ്. ഇതൊരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിൻ്റെ ബാഹ്യമണ്ഡലം ഖരാവസ്ഥയിലല്ല. തീവ്രമായ താപത്താൽ അയോണീകരിക്കപ്പെട്ട വാതക മണ്ഡലമായിട്ടാണ് സൂര്യൻ്റെ ബാഹ്യമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ഇനി സൂര്യൻ്റെ വ്യാസാർദ്ധം എന്ന് പറയുന്നത് 6,95,508 കിലോമീറ്ററാണ്.
ഇത് ഭൂമിയുടെ വ്യാസത്തിൻ്റെ 110 മടങ്ങാണ്. സൂര്യൻ്റെ മൊത്തം വ്യാപ്തത്തിനുള്ളിൽ ഏകദേശം 1 ദശലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ അത്രമാത്രം വലുതാണ് സൂര്യൻ എന്ന് പറയുന്നത്. സൂര്യൻ്റെ പിണ്ഡം ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ ഏകദേശം 3,30,000 മടങ്ങ് അധികമാണ്. ഇത് മൊത്തം സൗരപിണ്ഡത്തിൻ്റെ ഏകദേശം 99.86% വരും. സൗരപിണ്ഡത്തിൻ്റെ 3/4 ഭാഗം ഹൈഡ്രജനും ശേഷിച്ച ഭാഗത്ത് ഏറെക്കുറെ ഹീലിയം വാതകവുമാണുള്ളത്. ഹീലിയം വാതകത്തെ കൂടാതെ 1.69% ഭാരക്കൂടുതലുള്ള മൂലകങ്ങളായ ഓക്സിജനും നിയോണും കാർബൺ, ഇരുമ്പ് ഇവയൊക്കെ സൂര്യനിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ സൂര്യനിൽ കാണുന്ന മൂലകങ്ങളും വാതകങ്ങളും എല്ലാം അയോണുകളുടെ രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ ഒരു ജ്യോതിർഗോളം അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വ്യത്യസ്ത വേഗതയാണ് എടുക്കുന്നത്. സൂര്യൻ്റെ മധ്യരേഖാ പ്രദേശത്ത് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ 25 ദിവസവും ധ്രുവപ്രദേശങ്ങളിൽ 36 ദിവസവും വേണ്ടിവരും. സൂര്യൻ്റെ ഉപരിഭാഗത്തെ ഊഷ്മാവ് ഏകദേശം 5725 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്താണ്. സൂര്യൻ്റെ അകക്കാമ്പിലെ ഊഷ്മാവ് ഏകദേശം 15 ദശലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ പുതിയ ദൗത്യം ഏതായിരുന്നു? ആദിത്യ L1. അടുത്തതായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കാനുള്ളത് ഗ്രഹങ്ങളെക്കുറിച്ചാണ്. അത് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.